Welcome to exam package part 16. Draw the block diagram of amplitude modulated transmitter, AM transmitter. ഇത് ഇൻ്റലിജൻസ് ഓഡിയോയോ വീഡിയോയോ എന്താണെന്ന് വെച്ചാൽ ഇത് ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസർ മൈക്രോഫോണ് ക്യാമറ വീഡിയോ ക്യാമറ ഇത് ഇലക്ട്രിക്കൽ സിഗ്നലാകുന്നു ഓഫ് ഫ്രീക്വൻസി ലോ ഫ്രീക്വൻസി FS സിഗ്നൽ ഫ്രീക്വൻസി. ഇത് കരിയർ വേവിൻ്റെ ഹൈ ഫ്രീക്വൻസി കരിയർ വേവിൻ്റെ ജനറേറ്ററാണ്. ഇവിടുന്ന് കരിയർ വേവ് ഇങ്ങോട്ട് വരുന്നു വിത്ത് ഫ്രീക്വൻസി FC. ഇത് മോഡുലേറ്റർ. ഈ ഭാഗത്തായി ഈ സെക്ഷനിലാണ് മോഡുലേഷൻ നടക്കുന്നത്, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. മോഡുലേഷൻ കഴിയുമ്പോൾ 3 ഫ്രീക്വൻസി കമ്പോണൻസ് ഉണ്ടാവും. FC പ്ലസ് FS, FC മൈനസ് FS. 2 സൈഡ് ബാൻഡ്സും ഒറിജിനൽ കരിയറും വരും. ഇത് റേഡിയോ ഫ്രീക്വൻസീസ് FS എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഒന്ന് ആംപ്ലിഫൈ ചെയ്യണം ട്രാൻസ്മിഷൻ മുമ്പായിട്ട്. അതാണ് റേഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയറാണ് ഈ സെക്ഷൻ. അവിടെ നിന്ന് ട്രാൻസ്മിറ്റർ ആൻറ്റനയിലോട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യും. ഇത്രയാണ് ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം. അടുത്തത് AM റിസീവർ ബ്ലോക്ക് ഡയഗ്രം. ഇത് റിസീവർ ആൻറ്റന. ഇത് വരുന്ന ഉടൻ തന്നെ ഇതിനെ ആദ്യം റേഡിയോ ഫ്രീക്വൻസി മോഡുലേറ്റഡ് കരിയറാണ് ഈ വരുന്നത്. അത് ഈ ആൻറ്റന പിക്കപ്പ് ചെയ്യുന്നു. അവിടെ നിന്ന് അതിനെ ഒന്ന് ആംപ്ലിഫൈ ചെയ്യണം. റേഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയർ, ഹൈ ഫ്രീക്വൻസി ആംപ്ലിഫയർ ഉപയോഗിച്ച് RF ആംപ്ലിഫയർ എന്ന് പറയും. അതിനെ ആംപ്ലിഫൈ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഇത് കൺവേർട്ടർ എന്ന് പറയുന്ന ഒരു സെക്ഷനിലേക്ക് പോകും. കൺവേർട്ടർ എന്ന് പറയുമ്പോൾ സാധാരണ റിസീവറിൽ ആ റിസീവറിൽ തന്നെ ഒരു റേഡിയോ വേവ് സൃഷ്ടിക്കും, റേഡിയോ ഫ്രീക്വൻസി. എന്നിട്ട് വരുന്ന ഫ്രീക്വൻസിയായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസി തിരഞ്ഞെടുക്കും. വരുന്ന മോഡുലേറ്റഡ് വേവും ലോക്കലി ജനറേറ്റഡ് ഈ റിസീവറിൽ തന്നെ ജനറേറ്റ് ചെയ്യുന്ന വേവും തമ്മിൽ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഡിഫറൻസ് ഫ്രീക്വൻസിയിലുള്ള വേവ് തിരഞ്ഞെടുക്കും. അതായി കൺവേർട്ടർ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി എന്ന് പറയും. ഇത് പിന്നെ ഡിറ്റക്ടർ സെക്ഷനിലോട്ടാണ് പോകുന്നത്. ഡിറ്റക്ടർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിഗ്നൽ ഫ്രീക്വൻസി കിട്ടും, ഇൻ്റലിജൻസ് ഉൾക്കൊള്ളുന്നു. അപ്പോൾ അവിടെ അതിനൊന്നുകൂടെ ഒന്ന് ആംപ്ലിഫൈ ചെയ്യുന്നു. അത് ഓഡിയോ ആംപ്ലിഫയർ, വീഡിയോ ആംപ്ലിഫയർ, സിഗ്നൽ ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഫ്രീക്വൻസിയെ ആംപ്ലിഫൈ ചെയ്യത്തക്കവണ്ണം ഉള്ള ആംപ്ലിഫയർ. ഓഡിയോ ആംപ്ലിഫയർ സാധാരണ റേഡിയോ സൗണ്ടിൻ്റെ കേസിൽ, വീഡിയോയുടെ കേസിലാണ് പിക്ചറാണ് വീഡിയോ ആംപ്ലിഫയർ. അവിടെ നിന്നും ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസറിലേക്ക് പോകുന്നു. ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ സ്പീക്കറാവാം സൗണ്ടിൻ്റെ കേസിൽ, അല്ലെങ്കിൽ സ്ക്രീനിൽ പിക്ചർ കാണിക്കുന്ന ആകാം, എന്ത് വേണേ ആകാം. അപ്പോൾ ഇതാണ് സംഭവം. റിസീവർ ആൻറ്റിന, RF ആംപ്ലിഫയർ, കൺവേർട്ടർ, ഡിറ്റക്ടർ, ഓഡിയോ ആംപ്ലിഫയർ, ദെൻ ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസർ. ഇതാണ് അതിൻ്റെ സംഭവം. അടുത്തത്, വാട്ട് ടൈപ്പ് ഓഫ് മോഡുലേഷൻ ഈസ് എംപ്ലോയിഡ് ഇൻ TV ട്രാൻസ്മിഷൻ? ടെലിവിഷൻ ട്രാൻസ്മിഷനിൽ ഏത് തരം മോഡുലേഷനാണ് ഉപയോഗിക്കുന്നത്? TV ട്രാൻസ്മിഷനിൽ 2 തരം സിഗ്നൽസാണ് ഉള്ളത്. വീഡിയോ പിക്ചറും വേണം,
ഓഡിയോയും വേണം. ഇതിൽ ഓഡിയോ ഈസ് ട്രാൻസ്മിറ്റഡ് ആൻഡ് റിസീവ്ഡ് by, or audio is transmitted in the form of frequency modulation, or frequency modulation is employed in the audio section, and amplitude modulation is used for video signals. ശ്രദ്ധിച്ചോണം, ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ഓഡിയോ ഫ്രീക്വൻസി മോഡുലേറ്റഡും വീഡിയോ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡുമാണ്. അടുത്തത്, give the relations for carrier concentration in A, intrinsic semiconductor, B, extrinsic semiconductor. ഇൻട്രിൻസിക് സെമികണ്ടക്ടറിൽ ഹോളും ഇലക്ട്രോണും കണ്ടക്ഷൻ ഇലക്ട്രോണും ഈക്വൽ നമ്പറാണ്. ഒരു ഇലക്ട്രോൺ ഫ്രീ ആകുമ്പോൾ അവിടെ ഒരു ഹോൾ ഉണ്ടാകും. വേറെ ഇമ്പ്യൂരിറ്റി ഒന്നുമില്ലല്ലോ. അപ്പോൾ അവിടുത്തെ കോൺസെൻട്രേഷൻ ഇക്വേഷൻ HI സ്റ്റാൻഡ്സ് ഫോർ ഇൻട്രിൻസിക് ഈക്വൽസ് NI. H stands for hole concentration, number of holes per unit volume. N stands for number of conduction electrons per unit volume. ഈ രണ്ട് കോൺസെൻട്രേഷനും ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ സെയിമാണ്. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിൽ എന്നും എച്ചും ഡിഫറൻ്റ് ആയിരിക്കും. N ടൈപ്പ് ക്രിസ്റ്റലിൽ N കൂടുതലായിരിക്കും, P ടൈപ്പ് ക്രിസ്റ്റലിൽ H കൂടുതലായിരിക്കും, ഹോളാ കൂടുതൽ. ഇതിൻ്റെ പ്രോഡക്റ്റ് ഒരു കോൺസ്റ്റൻ്റാണ്. ദറ്റ് കോൺസ്റ്റൻ്റ് ഈസ് NI സ്ക്വയർ. ഇൻട്രിൻസിക് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ആണ് NI. അതിൻ്റെ സ്ക്വയറിന് തുല്യമായിരിക്കും എക്സ്ട്രിൻസിക്കിലെ N-ഉം H-ഉം തമ്മിലുള്ള പ്രോഡക്റ്റ്. ഇതിനെ ലോ ഓഫ് മാസ് ആക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ N×H ഈക്വൽസ് NI സ്ക്വയർ. ഇത് വളരെ പ്രധാനപ്പെട്ട റിലേഷൻസാണ്. അടുത്ത ചോദ്യം, ഇഫ് ബീറ്റ ടു ആൽഫ റേഷ്യോ ഓഫ് എ ട്രാൻസിസ്റ്റർ ഈസ് X, ഷോ ദാറ്റ് IE ഈക്വൽസ് X ഇൻറ്റു IB. IE എന്ന് പറഞ്ഞാൽ എമിറ്റർ കറണ്ട്, IB ബേസ് കറണ്ട്. ബീറ്റ ബൈ ആൽഫ എക്സ് എന്ന് തന്നിട്ടുണ്ട് എങ്കിൽ IE ഈക്വൽസ് X ഇൻറ്റു IB എന്ന് പ്രൂവ് ചെയ്യാം. നമുക്കറിയാം ആൽഫ എന്ന് പറഞ്ഞാൽ IC ബൈ ബീറ്റ ഈസ് IC ബൈ IB. So IC equals beta into IB. Alpha is IC by IE. So that IC equals alpha into IE. ഈ രണ്ട് ഇക്വേഷനും കൂടെ കമ്പയർ ചെയ്യാം. ലെഫ്റ്റ് സൈഡ് രണ്ട് സെയിം അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ? ബീറ്റ IB ഈക്വൽസ് ആൽഫ IE. Therefore IE equals beta by alpha into IB. Beta by alpha is going to be X. So IC equals X into IB. That is the answer. അടുത്തത്, give the sketches of common base and common emitter configurations using NPN transistor. Give the phase relation between input and output in each case. NPN ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോൾ എമിറ്ററിൽ ഇടേണ്ട ആരോ എവേ ഫ്രം ദി ക്രിസ്റ്റലാണ്. ഇങ്ങോട്ടിട്ട് കഴിഞ്ഞാൽ PNP ട്രാൻസിസ്റ്ററാണ്. ഇതാണ് കോമൺ ബേസ് കോൺഫിഗറേഷൻ്റെ സ്കെച്ച്. എമിറ്ററും ബേസും ഇൻപുട്ട്, കളക്ടറും ബേസും ഔട്ട്പുട്ട്. ഇത് രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് ബേസാണ്. അതുകൊണ്ട് അതിന് കോമൺ ബേസ്. ഇത് ഇൻപുട്ട് സിഗ്നൽ, ഒരു പോസിറ്റീവ് ഹാഫും ഒരു നെഗറ്റീവ് ഹാഫും. ഇത് ഔട്ട്പുട്ട് സിഗ്നൽ, പോസിറ്റീവ് ഹാഫ്. അപ്പോൾ ഈ പോസിറ്റീവ് ഹാഫ് ഇൻപുട്ടിൽ വരുമ്പോൾ ഔട്ട്പുട്ടിലും അത് ആംപ്ലിഫൈ ചെയ്ത പോസിറ്റീവ് ഹാഫാണ് വരുന്നത്. നെഗറ്റീവ് ഹാഫ് വരുമ്പോൾ ഇവിടെ നെഗറ്റീവ്. സോ ഹിയർ ഇൻ കോമൺ ബേസ് കോൺഫിഗറേഷൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആർ ഇൻ ദി സെയിം ഫേസ്. ഇപ്പോൾ കോമൺ ബേസ് കോൺഫിഗറേഷനിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും ഒരേ ഫേസിലാണ്. കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ഇതാണ് പിക്ചർ. ഇവിടെ
ബേസും എമിറ്ററും ഇൻപുട്ട് ടെർമിനൽസാണ്. കളക്ടറും എമിറ്ററും ഔട്ട്പുട്ട് ടെർമിനൽസാണ്. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് എമിറ്ററാണ്. സോ ദിസ് ഈസ് എമിറ്റർ, കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. ഇത് ഇൻപുട്ട് സിഗ്നൽ, ഇത് ഔട്ട്പുട്ട് സിഗ്നൽ. ഇവിടെ പോസിറ്റീവ് ഹാഫ് വരുമ്പോൾ ഇവിടെ അത് നെഗറ്റീവ് ഹാഫ് ആയിട്ട് അപ്പിയർ ചെയ്യും ഔട്ട്പുട്ടിൽ. ഇവിടുത്തെ മൈനസ് ഇവിടെ പ്ലസ് ആയിട്ട് വരും. സോ ദർ ഈസ് എ ഫേസ് ഡിഫറൻസ് ഓഫ് പൈ റേഡിയൻ or 180 degree between the input and output. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. അടുത്ത ചോദ്യം, ഡ്രോ എ സെറ്റ് ഓഫ് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രാൻസിസ്റ്റർ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ showing the input and output waveforms. What is the significance of transfer characteristics? ഇതാണ് വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ആക്സിസിൽ കൂടെ ഔട്ട്പുട്ട് വോൾട്ടേജാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. VO ഈക്വൽസ് VCE. ഇൻപുട്ടിൽ കൂടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് ഇൻപുട്ട് വോൾട്ടേജ് VBE. കാരണം കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ ഇൻപുട്ട് വോൾട്ടേജ് VBE, ഔട്ട്പുട്ട് കോൺഫിഗറേഷനിൽ VCE. ഇൻപുട്ടും ഔട്ട്പുട്ടും കൂടെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഗ്രാഫിനാണ് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുക. അത് ഇൻപുട്ട് കറണ്ടും ഔട്ട്പുട്ട് വോൾട്ടേജും കൂടെ വരയ്ക്കാം, അല്ലെങ്കിൽ ഇൻപുട്ട് വോൾട്ടേജ് ഔട്ട്പുട്ട് കറണ്ടും കൂടെ വരയ്ക്കാം, ഇൻപുട്ട് വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജും കൂടെ വരയ്ക്കാം. ഇവിടെ ഇപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജും കൂടെ, ഇൻപുട്ടും ഔട്ട്പുട്ടും കൂടെ കമ്പൈൻ ചെയ്ത് വരയ്ക്കുന്നതാണ് എപ്പോഴും ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്. ഇവിടെ ബേസ് കറണ്ട് IB പാരാമീറ്ററായിട്ട് നിർത്തിയിരിക്കുക. അതായത് ആദ്യം IB ഈക്വൽസ് 50 മൈക്രോ ആംപിയർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തിക്കൊണ്ട് ഇൻപുട്ട് വോൾട്ടേജ് മാറ്റി കൊടുക്കുന്നു. കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് പ്ലോട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഗ്രാഫ് കിട്ടും. ആദ്യം ഇത് റൈസ് ചെയ്തിട്ട് പിന്നെ മോർ ഓർ ലെസ് സ്റ്റഡി ആയിട്ട് നിൽക്കും. അത് കഴിഞ്ഞ് ബേസ് കറണ്ട് 100 മൈക്രോ ആംപിയർ ആയിട്ട് നിലനിർത്തിക്കൊണ്ട് ഈ രണ്ട് വോൾട്ടേജും ഒന്ന് മാറുമ്പോൾ മറ്റേ മാറും. റീഡിങ് എടുത്ത് പ്ലോട്ട് ചെയ്യുക. ഇതേ ഷേപ്പ് തന്നെ അല്പം ഉയർന്നു വരുമെന്നുള്ളതേ ഉള്ളൂ. ഇതിപ്പോൾ ബേസ് കറണ്ട് 150 ബേസ് കറണ്ട് എപ്പോഴും മൈക്രോ ആംപിയറിൻ്റെ ഓർഡറില്ല. ഈ ഹൊറിസോണ്ടൽ പോർഷൻ ഏതാണ്ട് ഹൊറിസോണ്ടൽ പോർഷനെ ആക്റ്റീവ് റീജിയൻ ഓഫ് ദി ട്രാൻസിസ്റ്റർ എന്ന് പറയുക. ഇത് ആംപ്ലിഫയറായിട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ ഭാഗമാണ് ഉപയോഗപ്പെടുത്തുക. ഇത് ഇൻപുട്ട് സിഗ്നൽ. ഈ ഇൻപുട്ട് സിഗ്നൽ ചെല്ലുമ്പോൾ VBE ഫ്ലക്ച്വേറ്റ് ചെയ്യും. നോക്കി, ഇത് പോസിറ്റീവായിട്ട് ഇത് 0യിൽ നിന്ന് റൈസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കണ്ടില്ലേ VBE 0.2 വോൾട്ടിൽ നിന്നും 0.2 വോൾട്ടിൽ നിന്നും 0.3 വോൾട്ടായിട്ട് ഉയരും. അത് കഴിഞ്ഞത് തിരിച്ച് 0 ആയി, അപ്പോൾ തിരിച്ച് 20 ആയി. അത് കഴിഞ്ഞത് നെഗറ്റീവ് ആകുന്നു, അപ്പോൾ ഇത് 10ലേക്ക് കുറയും, പിന്നെ 0 ആയപ്പോൾ ഒരു സൈക്കിളായി കാണിക്കുക. അതിനനുസരിച്ച് ഔട്ട്പുട്ട് ഇതാ. ഈ പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഈ പോയിൻ്റ്, ഈ പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഈ പോയിൻ്റ്, ഈ പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഈ പോയിൻ്റ് ആൻഡ് സോ ഓൺ. അപ്പോൾ ഇതാണ് ഔട്ട്പുട്ട്. ഇത് ആംപ്ലിഫൈഡാണ്. ഇത് 0.2, 0.1, 0.2 ഒക്കെയാണ്. ഈ സ്ഥാനത്ത് ഇവിടെ 3, 6, അപ്പോൾ 3, 6, 9 ഒക്കെയാണ്. അപ്പോൾ ഇവിടെ കൊടുക്കുന്നതിനൊക്കെ കൂടുതൽ വോൾട്ടേജ് ഇവിടെ കിട്ടുന്നത് ആംപ്ലിഫൈഡ് ആകുന്നെന്ന് പറയും.
ശ്രദ്ധിച്ച് നോക്കുക. ഇൻപുട്ട്, സിഗ്നൽ, ആംപ്ലിഫൈഡ് ഔട്ട്പുട്ട്. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഹൗ മച്ച് കൺട്രോൾ ഈസ് ദയർ ഫോർ ദി ഇൻപുട്ട് ഓവർ ദി ഔട്ട്പുട്ട് എന്ന് മനസ്സിലാക്കാൻ ഇത് ഉപകരിക്കും. അതായത് ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ടിനെ ഇൻപുട്ട് എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക് വേണം. അപ്പോൾ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക് gives us an idea of the control of input signal over the output. അതാണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ്. ഇത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. The rest we will see in the next postings. Thank you.